നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ അനുവർത്തിച്ച് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ ധാരാളമുണ്ട്, പറയുവാൻ ധാരാളമുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് 3 ദിവസം കൊണ്ട് 4 കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. സമയം പോലെ ആ കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന് ചിന്തിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്സ്, ക്രിസ്തീയ മനോഭാവങ്ങൾ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, കരുണയുള്ള ദൈവമേ, ഈ 3 ദിവസം നിന്റെ വചനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ ഭവനങ്ങളിൽ നിന്ന്, വിവിധ സ്വഭാവത്തിലുള്ള നിന്റെ മക്കൾ ചേർന്ന് വന്നിരുന്ന ഈ വചനം കേൾക്കുമ്പോൾ നീ വാസ്തവമായി സംസാരിക്കുന്ന എന്നോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് ഒരുപോലെ സംസാരിക്കണമേ കർത്താവേ. ഞങ്ങൾ തിരുത്തേണ്ടത്, ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നത്, ഞങ്ങൾ തിരുത്തിയത്, നീ നിമിത്തം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, ഇതെല്ലാം ഞങ്ങൾക്ക് സ്വയം ചിന്തിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയെ സവിനയം സമർപ്പിക്കുന്നു. അവിടുന്ന് കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലും ഈ ലോകത്തുള്ള ചുറ്റുപാടിലും പ്രതികൂലമായ സാഹചര്യങ്ങൾക്കകത്തുമാണ്. നമ്മളുടെ സ്വന്തം വീട്ടിൽ കഴിയുന്നത് പോലെ നമുക്ക് മറ്റൊരുത്തന്റെ വീട്ടിൽ ചെന്നാൽ കഴിയാൻ പറ്റില്ലല്ലോ. അതിന് പരിമിതികളുണ്ട്. അവിടെ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളുണ്ട്. അവിടെ സംസാരിക്കേണ്ട ചില വസ്തുതകളുടെ അതിർത്തികളുണ്ട്. അവിടെ ഷെയർ ചെയ്യപ്പെടേണ്ടതും ഷെയർ ചെയ്യപ്പെടാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. അത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല. നമ്മളുടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അവിടെ അത് എൻ്റെ വീടാണെന്നുള്ളൊരു വലിയ കൺസെപ്റ്റ് അതിനകത്തുണ്ട്. അതിനകത്ത് നമുക്ക് എന്തുമാകാം എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ നമുക്ക് എന്തുമാകാം, അതൊക്കെ സ്വാഭാവികം. എന്നാൽ ദൈവമക്കളെ, ഇത് തന്നെയാണ് ഈ ലോകത്ത് നമ്മൾ പരദേശികളാണ്. ഇതല്ല നമ്മുടെ സ്വന്തം വീട്, ഇതല്ല നമ്മുടെ സ്വന്തം നാട്. നമ്മൾ ഇവിടുത്തുകാരല്ല. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദൈവ പൈതലും ഇവിടുത്തുകാരനല്ല. ഇതല്ല നമ്മുടെ സ്ഥിരവാസം, ഇതല്ല നമ്മുടെ സ്വന്തം നാട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെയാണ് നമ്മുടെ വീട്, അവിടെയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചവൻ, അവിടെയാണ് നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, അവിടെയാണ് നമ്മുടെ കൂട്ടായ്മ, അവിടെയാണ് നമ്മുടെ ആരാധന, അവിടെയാണ് നമ്മുടെ നിത്യത. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അവന് ചുറ്റും, കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ, കിരീടങ്ങളെ താഴെയിട്ട് അവനെ മഹത്വപ്പെടുത്തി ആരാധിക്കാൻ ബാധ്യതയുള്ളവരും സ്വാതന്ത്ര്യമുള്ളവരുമാണ് നമ്മൾ. പക്ഷേ ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാചിന്റെ അധീനതയിലുള്ള ലോകത്ത് കഴിയുമ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളോടുള്ള നമ്മളുടെ മനോഭാവങ്ങൾ, ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഫാമിലി. കുടുംബത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് കുടുംബത്തോട് നമ്മൾ സമീപിക്കേണ്ടത്? പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. എന്താണ് കുടുംബത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ആദ്യത്തെ വിഷയം? നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. റെസ്പെക്ട് ഫോർ ദ
ഫാദർ ആൻഡ് മദർ, നമ്മുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ആവർത്തന പുസ്തകം 5:16. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജന്മം കൊടുത്ത പിതാവും അവരെ ഗർഭം ധരിച്ച് പ്രസവിച്ച മാതാവും, കുടുംബജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ജന്മം കൊടുത്തതും പ്രസവിച്ചതും മാത്രമല്ല നമ്മുടെ അപ്പനും അമ്മയും. ഒരു വിവാഹിതനാണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയുടെ മാതാവും ജീവിത പങ്കാളിയുടെ പിതാവും, ഇത് രണ്ടും, നമുക്ക് 2 പിതാവും 2 മാതാവും ഉണ്ട് ഒരു നല്ല കുടുംബജീവിതമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മളുടെ സമീപനം, അതിന് കൊടുത്തിരിക്കുന്ന ദൈവിക പ്രമാണം ഇതാണ്: അവരെ ബഹുമാനിക്കണം. പക്ഷെ നമ്മൾ പലരും അതിൽ പരാജിതരാണ്. രോഗിയായ മാതാവിനെ, രോഗിയായ പിതാവിനെ നമ്മൾ പലപ്പോഴും പരിഗണിക്കാനോ നോക്കാനോ ശുശ്രൂഷിക്കാനോ അവരെ അംഗീകരിക്കാനോ അവർക്ക് വേണ്ടി അവരെ കെയർ ചെയ്യാനോ പലപ്പോഴും ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ. അവരെ ഒരു കൊട്ടയ്ക്കകത്തിട്ടിട്ട് പിന്നെ എന്തൊട്ട് പ്രാർത്ഥന, പിന്നെ എന്തൊട്ട് ആരാധന, എന്തെല്ലാം നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്താലും സ്വന്തം മാതാപിതാക്കളോടുള്ള നമ്മുടെ മനോഭാവം ദൈവമക്കൾക്ക് ഇണങ്ങുന്നതായിരിക്കണം. ഈ വിഷയം തെരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ മനസ്സിലെ ആഗ്രഹം, മോർണിംഗ് ഫെലോഷിപ്പിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, ഞാൻ എന്നെ വിളിച്ച് ചിലരോട് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ EGM ഓഫ് ഇന്ത്യയുടെ ഒരു കുടുംബമാണ് മോർണിംഗ് ഫെലോഷിപ്പ്. പതിവായിട്ട് വരുന്ന ചില മുഖങ്ങളുണ്ട്. തുടങ്ങിയ കാലം മുതൽ എന്നും മടിയില്ലാതെ കയറി വന്ന് അവരുടെ തെളിഞ്ഞ മുഖം ഈ സ്ക്രീനിൽ വെളിപ്പെടുത്തി ചേർന്നിരുന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി ചേർന്നിരിക്കുന്നവരുണ്ട്. ഒരിക്കൽ പോലും മുഖം മറയ്ക്കാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അവര് ഒത്തിരി അവശരാണെങ്കിൽ പോലും ആ വീഡിയോ ഓഫ് ചെയ്യാതെ ഇതിനകത്ത് ഇരിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കുടുംബ ബന്ധം അതിനകത്ത് വരികയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് നമ്മൾ പെരുമാറിയത് എന്നൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ അപ്പയും അമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ അവരോടൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറിയെന്നൊന്ന് ചിന്തിക്കണ്ടേ? നമ്മൾ എങ്ങനെയാണ് അവരെ യാത്രയാക്കിയെന്ന് ഓർക്കണ്ടേ? മരിച്ചു കഴിഞ്ഞിട്ട് 4 പോത്തിനെ വെട്ടി അടിയന്തരം നടത്തിയിട്ട് എന്ത് കാര്യം? മരിച്ചു കഴിഞ്ഞിട്ട് എന്തെല്ലാം കനാകുലങ്ങൾ നടത്തിയിട്ട് എന്ത് കാര്യം? ജീവനോടിരിക്കുമ്പോൾ നമ്മുടെ അപ്പനോടും നമ്മുടെ അമ്മയോടുമുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരുന്നു എന്ന് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അത് നാം അന്വേഷിക്കേണ്ട കാര്യമാണ്. നല്ല നല്ല ഓർമ്മകൾ, സങ്കടപ്പെടാൻ വകയില്ലാത്ത ഓർമ്മകൾ, എൻ്റെ അപ്പയെ എൻ്റെ അമ്മയെ ഞാൻ നന്നായി ശുശ്രൂഷിച്ചാണ് അയച്ചത് എന്ന് ഓർക്കണം. ചിലർ അപ്പനെയും അമ്മയെയും തട്ടുന്നവരുണ്ട്. 2 or 3 മക്കളുണ്ടെങ്കിൽ അമ്മയെ അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും അതിലെ തട്ടും ഇതിലെ തട്ടും നോക്കില്ല. പിന്നെ ഭയങ്കര ബഹളമാണ്. എന്നിട്ട് എന്ത് ശുശ്രൂഷ? അവരുടെ കയ്യിലുള്ള പണം സമ്പാദിക്കാനല്ലോ നമ്മൾ അവരെ ബഹുമാനിക്കേണ്ടത്. അവർ കഞ്ഞിവെള്ളം കുടിച്ച് അരവയർ മുറുക്കിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തുവക അവർ മരിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം പങ്കിടാൻ ഓടിക്കൂടുമല്ലോ. ഒരു ക്രിസ്തീയ ദൈവപൈതലിന്റെ മനോഭാവം മരണത്തിന് ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പ്, അവർ പ്രാണൻ പോകും മുമ്പ് അവരെ എത്രത്തോളം ബഹുമാനിക്കാമോ, എത്രത്തോളം സ്നേഹിക്കാമോ അത്രത്തോളം സ്നേഹിക്കാൻ കഴിയുന്നതാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ മനോഭാവം. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം. രണ്ടാമത്തേത്, ഫോർ ഹിംസെൽഫ് ആൻഡ് അതേഴ്സ് എ കെയറിംഗ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ തനിക്കും മറ്റുള്ളവർക്കും കൂടി കരുതുന്നവനായിരിക്കണം. 1 തീമോത്തിയോസ് 5:8 വാക്യം.
1 തീമോത്തിയോസ് 5:8 വാക്യം ഇങ്ങനെയാണ്. 5:8 വാക്യം, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ്, അടുത്ത വാക്ക് ഞാനിത് നോട്ട് തയ്യാറാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞ പേടിച്ച് നിന്നു ഞാൻ അവിടെ. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്നാന്നറിയാമോ? വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. ഒരു വിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. ഒരു സാധാരണ വിശ്വാസിയുടെ ലെവല് പോലും അവനില്ല. കുടുംബസ്ഥനാണെങ്കിൽ തനിക്കും തൻ്റെ മക്കൾക്കും തൻ്റെ ജീവിത പങ്കാളിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി കരുതണം. നമ്മുടെ മനോഭാവം അതാണ് ക്രിസ്തീയ മനോഭാവം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നാം കരുതാൻ ബാധ്യതയുള്ളവരാണ്, നാം കരുതേണ്ടവരാണ്. നിശ്ചയമായും ആ ഒരു ചുമതല നമ്മൾക്കുണ്ട് എന്ന് നാം ഓർത്തിരിക്കുക. തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി നാം കരുതണം. ഇവിടെ 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, നിസ്വാർത്ഥമായ സമീപനവും മറ്റൊന്ന് സ്വാർത്ഥപരമായ സമീപനവുമുണ്ട്. എ സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്. ഒരു നിസ്വാർത്ഥമായ സമീപനവും സ്വാർത്ഥപരമായ സമീപനവും. ഒരു നല്ല കുടുംബത്തിന്റെ ലക്ഷണം, ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിന്റെ ലക്ഷണം, ആ വീട്ടിൽ എല്ലാം പൊതുവക എന്നെണ്ണും. ഇത് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ സഭയുടെ ആറ്റിറ്റ്യൂഡായിരുന്നു. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയിൽ എല്ലാം വിറ്റ് പത്രോസിന്റെ കാൽക്കൽ വെക്കാൻ ആരും പറഞ്ഞിട്ടല്ല. എല്ലാം കൊണ്ടുവന്ന് പൊതുവക എന്ന് അവർ എണ്ണിയിരുന്നു. എന്നാൽ കാലം പുരോഗമിച്ച് നമുക്കിന്നിപ്പോ സഭയിലെല്ലാം പൊതുവകയെന്നൊന്നും എണ്ണാൻ പറ്റില്ല. എന്നാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെങ്കിലും പൊതുവക എന്നെണ്ണണം. സ്വകാര്യമല്ല. വീട്ടിലുള്ളതെല്ലാം പൊതുവകയാണ്. അപ്പനുള്ളത് അമ്മയ്ക്ക് ഉപയോഗിക്കാം, അമ്മയ്ക്കുള്ളത് അപ്പന് ഉപയോഗിക്കാം. ഭാര്യയ്ക്കുള്ളത് ഭർത്താവിന് ഉപയോഗിക്കാം, ഭർത്താവിനുള്ളത് ഭാര്യയ്ക്ക് ഉപയോഗിക്കാം. അപ്പനും അമ്മയ്ക്കുള്ളത് മക്കൾക്ക് ഉപയോഗിക്കാം, മക്കൾക്കുള്ളത് മാതാപിതാക്കൾക്ക് ഉപയോഗിക്കാം. ഇതിന് പറയുന്ന പേരാണ് ഒരു പൊതുവായ സ്വഭാവം നമ്മുടെ വീട്ടിലുണ്ടാകും. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ വീട്ടിൽ രക്ഷിക്കപ്പെട്ട പ്രാർത്ഥനയ്ക്ക് കൂടുന്ന, ആരാധനയ്ക്ക് പോകുന്ന നമ്മുടെ വീട്ടിലെ സെറ്റപ്പ് എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടി ഇത് സഹായിക്കട്ടെ. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചു. യെരുശലേം ദൈവാലയത്തിന്റെ 10 വാതിലുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു. ദൈവജനത്തിന്റെ പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രാവചനികൾക്ക് ആസുകൾ നമുക്ക് കിട്ടി. ഏതെല്ലാം തരത്തിലുള്ള നമ്മുടെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ ഇത് സ്വയം പരിശോധനയ്ക്കുള്ള സമയമാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ പൊതുവക എന്ന് എണ്ണാൻ കഴിയാത്ത സാഹചര്യത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഞാനാണോ അതോ എൻ്റെ സമീപനങ്ങളാണോ? ഞാനാണോ എൻ്റെ സ്വഭാവമാണോ? ഞാനാണോ എൻ്റെ സംസാരമാണോ? വളരെ ഗൗരവമായി ചിന്തിക്കണം. വേദപുസ്തകം പഠിച്ചൊന്നും ആരും സ്വർഗത്തിൽ പോകുന്ന നിങ്ങൾ ആരും മനക്കോട്ട കെട്ടണ്ട. അങ്ങനെ പോകുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ പോയേനെ. ബൈബിൾ കോളേജിൽ നിന്ന് എല്ലാവരും പോയേനെ. അത് നടക്കില്ല. സെമിനാരിയിൽ നിന്ന് എല്ലാവരും പറന്നു പോയേനെ. നടക്കൂല. വേദപുസ്തകം പഠിക്കുന്നവർക്ക് പോകാനുള്ളതല്ല സ്വർഗം. വചനത്തിനനുസരിച്ച് ജീവിത മനോഭാവങ്ങളെ ചിട്ടപ്പെടുത്തുന്നവർക്കുള്ളതാണ് സ്വർഗം. കർത്താവേ,
വിവാഹം കഴിഞ്ഞ കാലം മുതൽ ഇന്ന് വരെയുള്ള ജീവിതയാത്രയിൽ ഇപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ കെട്ടും അഴിക്കാൻ പറ്റിയിട്ടില്ല, എല്ലാ അറകളും തുറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കുറെ കാര്യങ്ങൾ കൺജസ്റ്റഡ് ആണ്, കുറെ കാര്യങ്ങൾ ഇപ്പോഴും പ്രശ്നമാണ്. ഇന്ന് രാവിലെ ഡിവൈസിൽ നിന്ന് എഴുന്നേറ്റ് പോകും മുമ്പ് എനിക്ക് ഇത്രയും പ്രായമായി, കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ആക്കി കർത്താവേ, ഇനിയെങ്കിലും എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിന്റെ സെറ്റപ്പ് നിന്റെ വചനപ്രകാരമായിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്തായിരിക്കും നമ്മുടെ കുടുംബത്തോടുള്ള മനോഭാവം? ഒന്ന്, മാതാപിതാക്കളോട്; രണ്ട്, തനിക്കും വീട്ടിലെ മറ്റംഗങ്ങളോടുമുള്ള നമ്മുടെ മനോഭാവം; മറ്റൊന്ന്, ബന്ധങ്ങളെ നന്നായി നിലനിർത്തുന്ന മനോഭാവം. attitudes that sustain relationship well. നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നന്നായി നിലനിർത്തുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. 4-ാം വാക്യം കൂടി നോക്കിയോളൂ. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോട് കൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. വീട്ടിലൊരു ഗെറ്റ് ടുഗദർ, വീട്ടിലുള്ള റിലേറ്റീവ്സ് തമ്മിലുള്ള ഒരു ഒത്തുകൂടൽ, ഇതൊരു ക്രിസ്തീയ കുടുംബത്തിന്റെ മുഖമാണ്. നമുക്ക് ധാരാളം വിശേഷ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബർത്ത്ഡേ ഉണ്ട്, വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഈസ്റ്റർ ഉണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഓർത്താൽ മതി, മറ്റിതിലൊക്കെ വിട്. ഈ 4 പ്രധാനപ്പെട്ട ദിവസം ഒരു കുടുംബത്തിന്റെ കാര്യത്തിലുണ്ട്. അതൊരു വീട്ടിൽ തന്നെ ബർത്ത്ഡേ പലരുടെയാണ്, വെഡിങ് ആനിവേഴ്സറി പലരുടെയാണ്. മാറി 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 ഒരു ക്രിസ്തീയ കുടുംബമാണെങ്കിൽ ഒന്ന് ഒരുമിച്ച് കൂടി, അത് വലിയ മൃഷ്ടാന ഭോജനമൊന്നുമല്ല, ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ, റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ വിശാലടിസ്ഥാനത്തിലുള്ള സദ്യവട്ടങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷേ ഈ മോർണിംഗ് ഫെലോഷിപ്പിൽ സംബന്ധിക്കുന്ന നമ്മുടെ മക്കളെയൊക്കെ, അമ്മച്ചിമാരൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്നവരുണ്ട്. വല്ലപ്പോഴൊക്കെ അവരെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളോട് ഒരുമിച്ചിരുന്ന്, ഒന്നുകിൽ ഒരു ദിവസം അവിടെയാണെങ്കിൽ ഒരു ദിവസം ഇവിടെ, ഇതൊക്കെ നമ്മൾ വായിക്കാതെയും മനസ്സിലാക്കാതെയും പോകരുത്. നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഒരുമിച്ച് കൂടി എനി ടൈം, അത് ഇയ്യോബിനെ കണ്ടുപഠിക്കണം. ഇതൊരു ക്രിസ്തീയ സമീപനമാണ്. ഒരുമിച്ച് കൂടുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഉപദേശിയെ വിളിച്ച്, ഈ വെള്ളയടിക്കുന്ന ആൾക്കാരെ വിളിക്കരുത്. വെള്ളയടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വൈറ്റ് സിമെന്റ് അടിച്ചു പോകുന്ന ആൾക്കാരെ വിളിക്കരുത്. നേരെ കുടുംബജീവിതത്തെ കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ വിളിക്കണം. ഒരാൾക്ക് ഒരു 20 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം കൊടുക്കണം. നന്നായിട്ട് പറയുന്ന ഒരാളെ കൊണ്ട് ഒരു 10 മിനിറ്റ് എൻ്റെ കുടുംബക്കാരെ സുവിശേഷം കേൾപ്പിക്കണം. ഇവിടെ ഇയ്യോബ് ചെയ്തത് യാഗം കഴിക്കുകയായിരുന്നു. ആ കാലത്ത് യാഗമായിരുന്നു. എന്നാൽ ഈ കാലത്ത് നമുക്ക് യാഗത്തിന്റെ ആവശ്യമില്ല. യാഗം കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്താൽ മതി. നമുക്ക് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. ബൈബിൾ സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ ഉണർവോടെ നമുക്ക് ഈ ആണ്ടിന്റെ അവസാനത്തിലേക്ക് നീങ്ങണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒന്ന് ആലോചിച്ചാൽ വരുമോ? ഇപ്പൊ ചിലപ്പോൾ ചിലർ തമ്മിൽ നല്ല കോർക്കലായിരിക്കും, അങ്ങനെയൊന്നും വിളിച്ചാൽ വരില്ല.
അവര് തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് ഇടിച്ച് പിടിച്ചോ കിടക്കുകയായിരിക്കും. 2 സെന്റ് ഭൂമിക്ക് വേണ്ടി, 1/4 സെന്റ് ഭൂമിക്ക് വേണ്ടി, ഒരു ആഞ്ഞൽത്തടിക്ക് വേണ്ടി, അല്ലെങ്കിൽ അങ്ങോട്ട് പോയതിന്റെ പേരിൽ, ഇങ്ങോട്ട് കല്യാണം വിളിക്കാത്തതിന്റെ പേരിൽ, ചാത്തം വിളിക്കാത്തതിന്റെ പേരിൽ എല്ലാം ഇങ്ങനെ കൊമ്പ് കോർത്ത് കിടക്കുകയായിരിക്കും. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മളാണ് ഈ വചനം കേൾക്കണത്, മറ്റാരും ഈ വചനം കേൾക്കണില്ലല്ലോ. കേൾക്കുന്ന നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരോട് വീട്ടിൽ ചെന്ന് അവരെ പ്രത്യേകം വിളിക്കണം. വേണമെങ്കിൽ വരട്ടെ എന്നല്ല, വീട്ടിൽ ചെന്ന് അവരോട് പറയണം, നമുക്കൊരു ദിവസം ഒന്ന് കൂടാ, ഞാൻ എന്തെങ്കിലും തെറ്റൊക്കെ എൻ്റെ ഭാഗത്ത്, തെറ്റ് അവരുടെ ഭാഗത്ത് എല്ലാം ഇല്ലാന്ന് വെച്ചോളൂ. തെറ്റൊക്കെ അവിടെയാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തേരെ. എന്തെല്ലാം തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ദിവസം ഒന്ന് ഒരുമിച്ച് കൂടാ, ഒന്ന് വരണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് വിളിച്ചു കൂട്ടി, എല്ലാവർക്കും വീട്ടിൽ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്തെങ്കിലും ഉണ്ടാക്കി ഒരു സന്തോഷം, അങ്ങനെ ഒരുമിച്ച് കൂടാൻ. കള്ളും കുപ്പിയൊന്നും പൊട്ടിക്കൂല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിലൊന്നും ആനന്ദിക്കുന്നവരല്ല നമ്മളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു അച്ചായൻ അത് വേണമെങ്കിൽ അത് ഇത് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കണം ദൈവമക്കളെ. അങ്ങനെ നമ്മുടെ ബന്ധങ്ങളെ നന്നായി നിലനിർത്താനായിട്ട് നാം സൂക്ഷിക്കുക. അത് നിർബന്ധമായും നമ്മളത് സൂക്ഷിക്കണം. ഈ ബന്ധങ്ങളിൽ 2 കാര്യങ്ങൾ അന്തർലീനമാണ്. ഒന്ന്, റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള ബന്ധം നമ്മൾ നന്നായി സ്ഥിരപ്പെടുത്തണം, സസ്റ്റെയിൻ ചെയ്യണം. രണ്ടാമത്തേത്, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. റോമാലേഖനം 12:18 എബ്രായർ 12:14 വാക്യം നമുക്ക് കാണാതെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. റോമർ 12:18 ഞാൻ വായിച്ചേപ്പിക്കാം. റോമർ 12:18 നിങ്ങൾ എടുത്തല്ലോ. റോമർ 12:18 ഇങ്ങനെയാണ്: കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. കണ്ടില്ലേ? ഇതാര് പറഞ്ഞതാ? ദൈവവചനം പറയണതാണ്. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം എല്ലാവരോടും ബഹളമുണ്ടാക്കി ജീവിപ്പീൻ. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു വാക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏതാ? നിങ്ങളാലാവോളം. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ, പറ്റാത്ത പണിയൊന്നും ചെയ്യണ്ട, പറ്റുന്നത് പോലെ എല്ലാവരോടും സമാധാനമായിരിക്കുക. അങ്ങനെ തന്നെ എബ്രായലേഖനം 12:14 നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയോ. സമാന സ്വഭാവമുള്ള ഒരു വാക്യം നിങ്ങൾക്ക് അവിടെ കാണാം. എബ്രായലേഖനം 12-ാം അധ്യായം, രണ്ടും ഒരേ അധ്യായമാണ്. 12:14, ഒന്ന് 18, ഒന്ന് 14. അതിങ്ങനെയാണ്: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. എല്ലാവരോടും സമാധാനം ആചരിക്കണം. ഞാനതിന് വേറൊരു വാക്കിൽ പറഞ്ഞാൽ, നിവൃത്തിയുള്ളിടത്തോളം, എന്നെ നോക്കാമോ? നിവൃത്തിയുള്ളിടത്തോളം ആരോടും വഴക്കുണ്ടാക്കാതെ ജീവിച്ച് മരിക്കണം. അത് യൗവനകാലത്ത് അങ്ങനെയൊക്കെ നമ്മൾ 20 മുറി 30 എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു കാലം ഉണ്ടായിരിക്കും. പക്ഷെ ഇനിയിപ്പോ അതിന്റെ കാലമല്ലല്ലോ ദൈവമക്കളെ. കൊമ്പ് കുത്തണം, കൊമ്പ് ഉയർത്തരുത്, കൊമ്പ് കുത്തണം, വിനയപ്പെടണം. ഒരു ക്യാൻസർ പേഷ്യന്റ് അടുക്ക് ചെന്ന് അദ്ദേഹത്തോട് ദൈവവചനത്തിൽ നിന്നൊക്കെ സംസാരിച്ചു, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, 4th സ്റ്റേജിലാണ്. രോഗകാര്യങ്ങളെ കുറിച്ച് പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട്, മരിക്കുമെന്നറിയാം. ഒരു കുടുംബമായിട്ട് പുള്ളി നല്ല വഴക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് ആ ശത്രുവായിട്ടുള്ള ആളെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് ഒരു ക്ഷമ ചോദിച്ച് ഒന്ന് പോകാൻ ഒരുങ്ങിക്കൂടെ? അതിന് കിട്ടിയ മറുപടി എന്നാന്നറിയാമോ? ഞാൻ ചത്താലും അവനോട് ഞാൻ ക്ഷമ ചോദിക്കില്ല സാറേ എന്നാണ്. ഓ, എന്തൊരു മനുഷ്യൻ! ക്യാൻസറാണ്, 4th സ്റ്റേജിലാണ്, പാലിയേറ്റീവിലാണ്. ഇതെല്ലാം കേട്ടിട്ട് നല്ല ഒന്നാം തരം ക്രിസ്ത്യാനിയാണ്, മൂത്ത ക്രിസ്ത്യാനിയാണ്.
ചത്താലും അതിന് ഞാൻ വേറെ ജനിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതിന് ഞാൻ വേറെ ജനിക്കണമെന്ന്. ദൈവമക്കളെ, ഈ ഡിവൈസിലുള്ള നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ മനോഭാവം ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ആരോടും വിദ്വേഷം വെച്ചുകൊണ്ട്, ആരോടും കയ്പും പകയും വെച്ചുകൊണ്ട്, ഇതൊക്കെ ഉണ്ടാകാം ഒരുപക്ഷെ മനസ്സിൽ. തിങ്കളാഴ്ച ഇത് ഉണ്ടാകാം, ചൊവ്വാഴ്ച ഇത് തീർന്നിരിക്കണം, വീണ്ടും ചൊവ്വാഴ്ച ഇത് ഉണ്ടാകാം. അങ്ങനെ ചിലപ്പോ അതിങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്തേക്കാം. പക്ഷെ ഹൃദയത്തിനകത്ത് കൂടുകൂട്ടാൻ അനുവദിക്കരുത്. കൂടുകൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മരിച്ചാൽ നമുക്ക് നിത്യത നഷ്ടപ്പെടും. അതുകൊണ്ട് ബന്ധങ്ങളെ നന്നായി നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ ചിന്തിക്കുമ്പോൾ ബന്ധങ്ങൾ തകർന്നു പോയ ചില ഭവനങ്ങളുണ്ട്, ബന്ധങ്ങൾ നിലനിർത്തിയ ചില ഭവനങ്ങളുണ്ട്. ഞാൻ 2 കുടുംബത്തെ വളരെ വേഗത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ബന്ധങ്ങൾ തകർന്നു പോയ ഭവനം ഒന്ന്, അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഹാബിന്റെ കുടുംബമാണ്. ആഹാബ് രാജാവാണ്. നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കാണാം. ആഹാബ് നല്ലൊരു രാജാവായിരുന്നു. പക്ഷെ ആഹാബിന്റെ ജീവിതത്തിലേക്ക് ഇസബേൽ എന്ന് പറയുന്ന ഒരുവൾ കടന്നു വന്നു. അവളുടെ വലതുകാൽ വെച്ച് അവൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി അവന്റെ ഭാവവും മട്ടും മാറി, കൊട്ടാരത്തിന്റെ സ്വഭാവം മാറി. അങ്ങനെ ആ കുടുംബ ബന്ധം തകർന്ന് തരിപ്പണമായി. അവൻ ഒതുക്കപ്പെട്ടു, അവൾ കാര്യകർത്താവായി. ഇല അനങ്ങണമെങ്കിൽ ഇസബേൽ തീരുമാനിക്കണം. പ്രോട്ടോകോൾ എല്ലാം തെറ്റി. ദൈവകൃപയുടെ ഒഴുക്കിന്റെ റൂട്ട് മാറിപ്പോയി. തല ക്രിസ്തു, പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. അപ്പോ ഒരു സ്ത്രീയുടെ തലയാണ് പുരുഷൻ, പുരുഷന്റെ തലയാണ് ക്രിസ്തു. ഏതെങ്കിലും ഭവനത്തിൽ തലയായി ക്രിസ്തുവില്ലെങ്കിൽ തലയില്ലാത്ത പുരുഷന് ദൈവിക പദ്ധതിയിൽ ഒരു ഓഹരിയും ഇല്ല. തലയിൽ നിന്നാണ് എല്ലാം ഇറങ്ങി അത് ശരീരം മുഴുവൻ വ്യാപരിക്കേണ്ടത്. പലപ്പോഴും കുടുംബത്തിന്റെ ഗ്രഹനാഥൻ തലകുത്തി നിൽക്കും. നേരെ തിരിച്ചാണ് പ്രോട്ടോകോൾ വന്നെ. ക്രിസ്തുവിൽ നിന്ന് പുരുഷൻ പ്രാപിച്ച് പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കും അവരിൽ നിന്ന് മക്കളിലേക്കും. ഇതാണ് അതിന്റെ ഒഴുക്ക്. ആ ഫ്ലോ അങ്ങനെയാണ്. കർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക്, ഭർത്താവിൽ നിന്ന് ഭാര്യയിലേക്ക്, ഭാര്യയിൽ നിന്ന് മക്കളിലേക്ക്. ഇതാണ് ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒഴുക്ക്. ഇതെല്ലാം അവിടെയൊക്കെ ബ്ലോക്കാണ്. ഹൃദയത്തിന്റെ സിരകളിൽ ബ്ലോക്ക് വന്നാൽ എന്ത് നമ്മൾ ചെയ്യും? ബൈപ്പാസ് ചെയ്യും. നിന്നുപോകും, ഹൃദയം നിന്നുപോകും. അതിനിപ്പോഴും മരുന്ന് കഴിക്കുന്നവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഏതാ? ബ്ലോക്ക് വന്ന് ബൈപ്പാസ് കഴിഞ്ഞവരിപ്പുണ്ട്, സ്റ്റെന്റ് ഇട്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞാൽ അറിയാം. ബ്ലോക്ക് വന്നാൽ കാര്യം അവതാളത്തിലാകും, നമുക്കറിയാം. ഈ ഒരു ബ്ലോക്ക്, ഈ ഒരു ഫ്ലോ ഏതിന്റെയാ? ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിലേക്ക് ഒഴുകി വരുന്ന ആ ഫ്ലോ എവിടെയെങ്കിലും ബ്ലോക്കായി പോയാൽ സ്തോത്രം. അപ്പോ കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി, രണ്ടുപേരുടെ അന്ത്യം ദയനീയമായി, അവരുടെ രക്തം പട്ടി നക്കി, അവരുടെ കുടുംബം കുറ്റിനാശം വന്നു. മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും മാനസാന്തരപ്പെട്ടില്ല. ആ കുടുംബം തല്ലിപ്പിരിഞ്ഞു പോയി. എന്നാൽ വളർത്തിക്കൊണ്ടുവന്ന് മറ്റൊന്നുണ്ട്. ഏതാണ്? ബന്ധങ്ങൾ നിലനിർത്തിയ ഭവനം. രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് അവരെ കാണാം. എലിമേലേക്കിന്റെ കുടുംബമാണ്. എലിമേലേക്കിന്റെ കുടുംബം പണിയപ്പെട്ടു. ഭർത്താവ് മരിച്ചാൽ എന്താ? മക്കൾ 2 പേര് മരിച്ചാൽ എന്താ? അവൾ ആ കുടുംബത്തെ പണിതു. കുടുംബത്തിലുള്ളവർ പലരും മരിക്കും. വേർപാടൊക്കെ സ്വാഭാവികമാണ്. മക്കൾ മരിക്കാം, ഭർത്താവ് മരിക്കാം,
ഭാര്യ മരിക്കാം, ആ വീട്ടിൽ ഒരാളെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ പണിയണം. ദൈവമക്കളെ, പണിയണം. നല്ല ബന്ധങ്ങളെ സൂക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. നല്ല ബന്ധങ്ങളെ സൂക്ഷിക്കണം. ഞാന് വളരെ വേഗത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 4 തരത്തിലുള്ളതായ കുടുംബങ്ങളാണ് ഉള്ളത്. There are 4 types of houses. 4 തരത്തിലുള്ള കുടുംബങ്ങളുണ്ട്. ഒന്ന്, സ്പിരിച്വൽ ഫാമിലി, ആത്മീയ കുടുംബം. 2, പ്രേയിങ് ഫാമിലി, പ്രാർത്ഥിക്കുന്ന കുടുംബം. 3, ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം. 4, ബ്രോക്കൺ ഫാമിലി, തകർന്ന കുടുംബം. വേണമെങ്കിൽ നമുക്ക് നമ്പർ ഇട്ട് ഇനിയും കൂട്ടാം. നേരെ തല ഉയർത്തി കുടുംബങ്ങളിലേക്ക് തല ഉയർത്തി നോക്കിയാൽ നമ്മൾ കേൾക്കുന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനിയും എണ്ണം കൂട്ടാം. ഞാന് വളരെ വേഗത്തിൽ പറഞ്ഞു തരാൻ വേണ്ടി ചുരുക്കി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്പിരിച്വൽ ഫാമിലി. എന്താണ് സ്പിരിച്വൽ ഫാമിലിയുടെ പ്രത്യേകത? കുടുംബം ആത്മീയമായി വളരും. അവർക്ക് കൂട്ടായ്മയുണ്ട്, അവർക്ക് ആരാധനയുണ്ട്, അവർക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്, അവരുടെ കുടുംബത്തിൽ സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളുമുണ്ട്. പരസ്പരം പങ്കുവെക്കലും ക്ഷമയുമുണ്ട്, സ്നേഹവും സഹനവുമുണ്ട്. ഇതാണ് ആത്മീയ കുടുംബം. പ്രാർത്ഥിക്കുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കുടുംബം. ചില കുടുംബങ്ങൾ അങ്ങനെയല്ല. വിശേഷ ദിവസം വരുമ്പോൾ പ്രാർത്ഥന ഒഴിവാക്കും. വീട്ടിൽ തെക്കും തിരക്കും വരുമ്പോൾ പ്രാർത്ഥന ഒഴിവാക്കും. കൂടുതൽ കലാപരിപാടികൾ വീട്ടിലുള്ള ദിവസം പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയിൽ നിഷ്കർഷ വേണം. ദൈവമക്കളായി നമ്മൾക്ക് എന്തു വന്നാലും പ്രാർത്ഥിക്കാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ല. എന്തു വന്നാലും പ്രാർത്ഥിക്കാതെ ഒരു ദിവസം അവസാനിപ്പിക്കില്ല. ഈ നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. അത്താഴപ്പട്ടിണി ആരും കിടക്കൂല. അത്താഴപ്പട്ടിണി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ വാക്കേ നമുക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും കഴിച്ചിട്ട് വേണം കിടക്കാൻ നമ്മളെല്ലാവരും ഉപദേശിക്കും. ഇന്ന രോഗാണോ? അയ്യോ, എങ്കിൽ പിന്നെ നിങ്ങൾ അത്താഴം കഴിക്കാതെ കിടക്കരുത് കേട്ടോ. അത്താഴം നിർബന്ധമാണ്. കാലത്ത് പിന്നെ നിർബന്ധമാണല്ലോ. ഉച്ചയ്ക്ക് പിന്നെ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. 4 മണിക്ക് ചായ കുടിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഇനിയിപ്പോ ഏതാ ഒഴിവാക്കാവുന്നത്? പ്രാർത്ഥന മാത്രമേ ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഈ പരിപാടികളൊന്നും നടത്താതെ നമ്മൾ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം സങ്കടം ബോധിപ്പിച്ച്, കർത്താവേ എനിക്ക് അത് വേണം, ഇത് വേണം, മക്കളുടെ കാര്യം നടക്കണം, ജോലി വേണം, അത് വേണം, ഇത് വേണം, വിസ കിട്ടണം, PR കിട്ടണം, ശമ്പളം കൂട്ടണം, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൈകാലിട്ട് അടിക്കുക. എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ, ഇതങ്ങനെ വരില്ല വീട്ടിലേക്ക്. സ്വിച്ച് ഇട്ടാൽ കിട്ടുന്നതല്ല ഇതൊന്നും. അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഇത് ആരെങ്കിലും 10 പേര് നമ്മളുടെ പ്രാർത്ഥനാ വിഷയം 10 പേർക്ക് കൈമാറി അവരിരുന്ന് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ കൃപ അനുഭവിക്കണമെന്നില്ല. എനിക്ക് ആ കൃപ അനുഭവിക്കണമെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളും ഞാനും ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. എന്നാലും നമുക്കത് ഫുൾ ഡോസിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. അതാണ് ആത്മീയ കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം. പ്രാർത്ഥനയില്ലാതിരിക്കരുത് വീട്ടിൽ ഒരിക്കലും. പ്രാർത്ഥനയില്ലാത്ത വീട് മുറ്റമടിക്കാത്ത ഭവനം പോലെയാണ്. ഉദാഹരണങ്ങളൊന്നും പറയാൻ എൻ്റെ മുമ്പിൽ നേരെയില്ല. 3-ാമത്തെ കാര്യം ജോയിന്റ് ഫാമിലി എന്നാണ്, കൂട്ടുകുടുംബം. പണ്ടൊക്കെ 8ഉം 10ഉം മക്കളുണ്ടായിരുന്ന, ഞാനിവിടെ വന്നതിന് ശേഷം ഈ കാനഡയിലുള്ള ചില വീടുകളിൽ ഞാൻ കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ വീട്ടിൽ 8 മക്കളുണ്ട് സാർ. അവരെൻ്റെ മുമ്പിലിരുന്ന് എല്ലാവരും കണക്കുകൂട്ടി. 8 മക്കളുടെയും കല്യാണം കഴിഞ്ഞു. അപ്പൊ തന്നെ 8 8 16 16 പേർക്കും 2 3 മക്കളുണ്ട്. അവരുടെ കൂട്ടി അവരുടെയും കല്യാണം കഴിഞ്ഞു, അവർക്കും മക്കളുണ്ട്. ഇപ്പൊ ഞങ്ങൾ വീട്ടിലൊരു സദ്യ നടത്താൻ ഇപ്പൊ അവർ ഈ അടുത്ത ദിവസം ഫെബ്രുവരിയിൽ നാട്ടിൽ വരുമ്പോ കൂടുമ്പോ എന്നെ വിളിക്കാന്ന് പറഞ്ഞിരിക്കുക.
ഞങ്ങൾ 1, 2, 10 അല്ല, ലക്ഷം പിന്നാലെ എന്ന് രാഷ്ട്രീയക്കാർ പറഞ്ഞു. നമുക്ക് ഒരു ചെറിയ കാര്യത്തിന് കൊച്ചു മാമോദീസയ്ക്ക് പോലും 100 പേരെ വിളിക്കാണ്ട് കാര്യം നടക്കൂല. 100 പേരുണ്ട് ആ വീട്ടിലെ ഏറ്റവും അടുത്തവര്, കൂട്ടുകുടുംബം എന്ന് പറയുന്നതിന്. പക്ഷെ അവര് തമ്മിൽ ഒന്നാണ്. അങ്ങനെ ഈ 100 പേരുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒന്നിനോട് ചേരാതിരുന്നാൽ അത് കൂട്ടുകുടുംബമല്ല. കൂട്ടുകുടുംബ സംവിധാനം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒന്നുചേരുന്ന കൂട്ടുകുടുംബങ്ങൾ, ഒന്നുചേരുന്ന കുടുംബം, ഒരുമിച്ചുള്ളത്. ഇത് 2 ഉള്ളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നിൽക്കണേ. രണ്ടുപേരും തമ്മിൽ കണ്ടാൽ മിണ്ടൂല. ഇതല്ല കൂട്ടുകുടുംബം, ഒന്നിച്ചു ചേരുന്ന ഭവനം. 4-മത്തേത് ബ്രോക്കൺ ഫാമിലി. അത് ഞാൻ പറയണ്ട, നമുക്കെല്ലാവർക്കും അറിയാം. പൊട്ടിപ്പോയ കുടുംബ ബന്ധങ്ങൾ, ഡിവോഴ്സ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഡിവോഴ്സ്, പൊട്ടിപ്പോയ കുടുംബ ബന്ധങ്ങൾ. പ്രിയ ദൈവമക്കളെ, അനേകം നമ്മൾ ഒക്കെ പിടിച്ചു നിന്നു, പക്ഷെ നമ്മുടെ മക്കളുടെ കുടുംബം പിരിയുകയാണ്. വളരെ സിമ്പിളായിട്ട് പറയണേ. ഇപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ എന്തിനാ ഇതിനൊക്കെ വൈകണേ, വേണ്ടെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കുക. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളൊക്കെ മാറി. ഡിവോഴ്സ് പോട്ടെ, പിരിയട്ടെ. പിരിയാനല്ല, ദൈവമാണ് യോജിപ്പിച്ചതെങ്കിൽ പിരിയാനല്ല, ഒന്നിച്ചു പോകാനാണ്. വേർപിരിക്കുന്ന മെത്തേഡ് പിശാചിൻ്റെതാണ്, യോജിപ്പിക്കുന്ന മെത്തേഡ് ദൈവത്തിൻ്റെതാണ്.